Today we are going to learn about another data structure known as union. Yesterday we have learned about a structure. Today we will be learning about a union. Okay, hope structure is clear to you. Structure ഇന്നലെ കേട്ടു, അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ സ്ട്രക്ചർ പോലെ തന്നെ സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞാൽ യൂണിയൻ എളുപ്പമാണ്. സ്ട്രക്ചർ പോലെ തന്നെയാണ് യൂണിയനും ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓടിപ്പോയി, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? In this session, you learn what is a union, what is the difference between structure, എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, എന്തിൽ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂണിയൻ എലമെന്റ്സ് ആക്സസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് ആണ്. സ്പെഷ്യൽ ഡേറ്റ സ്ട്രക്ചർ അവൈലബിൾ ഇൻ സി that allows to store different data types of this in the same memory location. ഒരു മെമ്മറി ലൊക്കേഷനിൽ ആക്സസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ഒരേ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന മെത്തേഡാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യൂണിയനിൽ ഒരുപാട് മെമ്പേഴ്സ്, വി ക്യാൻ ഡിഫൈൻ എ യൂണിയൻ വിത്ത് മെനി മെമ്പേഴ്സ്, ബട്ട് ഓൺലി വൺ മെമ്പർ ക്യാൻ കണ്ടെയ്ൻ എ വാല്യൂ അറ്റ് എ ഗിവൺ ടൈം. It provides an efficient way of using same memory location for multiple purposes. Union is a variable that may hold objects of different types and sizes at different times, with the compiler keeping track of its size and alignment requirements. Definition കേട്ടിട്ട് ബുദ്ധിമുട്ടുണ്ട. Structure എന്ന് വെച്ച് കഴിഞ്ഞാൽ wait. What happened? സ്ട്രക്ചർ നമുക്ക് ഇന്നലെ സ്ട്രക്ചർ എന്ന് പഠിച്ചു. സ്ട്രക്ചർ എന്താ? സ്ട്രക്ചറിൽ പല ഡേറ്റ ടൈപ്പ് ഒരുമിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസിമിലർ ഡാറ്റ ടൈപ്സ്. സിമിലർ ഓർ ഡിസിമിലർ ഡാറ്റ ടൈപ്സ്. ഡിസിമിലർ ആവണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഒരേപോലെ തന്നെ ആവാം. പല മിക്സ്ഡ് ഓഫ് ഡാറ്റ ടൈപ്സിനെ കമ്പൈൻ ചെയ്യുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രക്ചറിൽ പല ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒന്നാക്കാൻ പറ്റും. ദാറ്റ് ഇസ് നോൺ ആസ് എ സ്ട്രക്ചർ. യൂണിയനും അതുപോലെ തന്നെയാണ്. സ്ട്രക്ചറും യൂണിയനും തമ്മിൽ പ്രധാനമായ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. Okay, union is a user-defined type similar to struct in C, except for one key difference. Structures allocate enough space to store all its members, whereas union allocates space to store only the largest member. Is it clear? Structure ഓരോ എലിമെന്റിനും സ്പേസ് അലോക്കേറ്റ് ചെയ്യും. എത്ര എലിമെന്റ് ഉണ്ടോ അതിൽ ഓരോ എലിമെന്റിനും we will allocate space. But in union, the space will be allocated only to the largest member. All the members are using the same memory location. ആ ഒറ്റ മെമ്മറിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. So in the case of union, the size of memory required is lesser than a structure. ഇതാണ് പ്രധാനമായ വ്യത്യാസം. ഓക്കെ, എങ്ങനെ ഒരു യൂണിയൻ ഡിഫൈൻ ചെയ്യാം? യു മസ്റ്റ് യൂസ് യൂണിയൻ സ്റ്റേറ്റ്മെന്റ്. സ്ട്രക്ചർ ഉപയോഗിച്ച് പോലെ സ്ട്രക്ചറിന് വരെ യൂണിയൻ എഴുതണം. അതിന്റെ പേര്, സ്ട്രക്ചറിന്റെ പേര്, ഇവിടെ യൂണിയന്റെ പേര് എഴുതണം. എന്തെല്ലാം മെമ്പേഴ്സ് ഉണ്ടോ മെമ്പേഴ്സ് എല്ലാം സെമിക്കോണിട്ട് ഓരോ ടെർമിനേറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇവിടെ ഓരോ യൂണിയൻ വേരിയബിൾസ് എഴുതുക, ക്ലോസ് ചെയ്യുക. ഇതെല്ലാം ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇതിന്റെ അർത്ഥം ഓപ്ഷണൽ ആണെന്നാണ്. whatever you are writing in square bracket is optional. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ this is compulsory, all these things are required. What is inside the square bracket optional ആണ്. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടാതിരിക്കാം. We can omit that value. Look here, this is how we create a union. ഇത് നമ്മൾ എന്താ വ്യത്യാസം? Union data open braces int y float j character c close a bracket d semicolon. This is same as structure അല്ലേ? നോക്കിയേ എന്താ വ്യത്യാസം അല്ലേ? ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ സ്ട്രക്ചേഴ്സാ പഠിച്ചത്. സ്ട്രക്ചറിൽ യൂണിയന് പകരം സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ് ആയി. അതേ സെയിം സിന്റാക്സ് ആണ് യൂണിയനും സ്ട്രക്ചറും ഫോളോ ചെയ്യുന്നത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂണിയൻ ഡേറ്റ ഇസ് എ ഡേറ്റ സ്ട്രക്ചർ. യൂണിയൻ ഡേറ്റ ദിസ് ഇസ് എ ഡേറ്റ സ്ട്രക്ചർ. യൂണിയൻ ഡേറ്റ ഇസ് എ ഡേറ്റ സ്ട്രക്ചർ. വേരിയബിളിന്റെ പേരെന്താ? വേരിയബിളിന്റെ പേര് d എന്നാണ്. ഇത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഇവിടെ ഏതിനാണ് ഹയസ്റ്റ് മെമ്മറി വേണ്ടത് അതിന് മാത്രം അലോക്കേറ്റ് ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ ഇൻഡിജറിന് അലോക്കേറ്റ് ചെയ്യും, ഫ്ലോട്ടിന് അലോക്കേറ്റ് ചെയ്യും, ക്യാരക്ടറിന് അലോക്കേറ്റ് ചെയ്യും. ഇവിടെ യൂണിയൻ ആകുമ്പോൾ ഏതാണ് ഹയസ്റ്റ് നോക്കും, അത്രയും മെമ്മറി മാത്രം അലോക്കേറ്റ് ചെയ്യും. ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ യൂണിയൻ ആൻഡ് എ സ്ട്രക്ചർ. ഓക്കെ, നമ്മളിപ്പോൾ യൂണിയൻ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ഇന്നലെ ചെയ്ത പോലെ തന്നെയാണെങ്കിൽ യൂണിയൻ we can write union data, then
int I, float j, character c, close the bracket. You can write union like this without any variables. You can create a variable just like using structure union data d1, d2, d3 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്ത് വേണം യൂണിയൻ ഡേറ്റ യൂണിയൻ അറേസ് ഉണ്ടാക്കാം 100. ഓക്കെ, സ്ട്രക്ചർ എന്തെല്ലാം പഠിച്ചു ഇന്നലത്തെ എന്തെല്ലാം പഠിച്ചു അതെല്ലാം യൂണിയൻ ആപ്ലിക്കബിൾ ആണ്. എവിടെയൊക്കെ സ്ട്രക്ചർ കീവേഡ് ഉണ്ടോ അത് മാറ്റി യൂണിയൻ ആക്കിയാൽ മതി. ഓൾ അതേഴ്സ് ആർ സെയിം. വി ക്യാൻ ക്രിയേറ്റ് യൂണിയൻ ലൈക്ക് എനി ഓഫ് ദിസ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, വേണമെങ്കിൽ യൂണിയൻ ഉള്ളിൽ തന്നെ എഴുതാം. യൂണിയൻ ഡേറ്റ ക്രിയേറ്റിംഗ് another യൂണിയൻ ഡേറ്റ 1 integer xyz d1, d2, d3 ഇവിടെ വേണം എഴുതാം. ഇവിടെ എഴുതാതിരിക്കാം. ദാറ്റ്സ് ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡേറ്റ വാല്യൂ ഓപ്ഷൻ ആണ്. വെറുതെ യൂണിയൻ മാത്രം എഴുതാം. യു ക്യാൻ റൈറ്റ് ജസ്റ്റ് യൂണിയൻ int xy d ഇങ്ങനെ എഴുതാം. അതും കുഴപ്പമില്ല. ഇവിടെ പേര് എഴുതാൻ നിർബന്ധമില്ല. സ്ട്രക്ചറിനും അതെ, സ്ട്രക്ചറിനും പേര് ഓപ്ഷണലാണ്. പേര് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പേര് എഴുതിയില്ലെങ്കിലും സിന്റാക്ടിക്കലി വാലിഡ് ആണ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് യൂണിയൻ. ഇതിനകത്ത് അലോക്കേഷനിൽ മാത്രമാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഇത് നോക്കിയാൽ അത് ഏതിനാണ് ഹയസ്റ്റ് വേണ്ടത്? ഇൻഡിജറിന് 2 ബൈറ്റ് വേണം, ഫ്ലോട്ടിങ് 4 ബൈറ്റ് വേണം, ക്യാരക്ടർ 1 ബൈറ്റ് മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ 4 ആണ് അല്ലെ? അപ്പോൾ 4 ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആകെ 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും. ആ 4 ബൈറ്റിൽ നമുക്ക് ഏത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇതാണ് യൂണിയനും സ്ട്രക്ചർ നമ്മളെ ബേസിക് ഡിഫറൻസ്. That is, this is clear. A single variable, same memory location can be used to store multiple types of data. ഒരേ മെമ്മറി ലൊക്കേഷനിൽ പല ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യും. The variable d will be large enough to store the largest of the 3 data types. ഇതിൽ 3 ലാർജസ്റ്റ് ഏതാണ്? ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ ഫ്ലോട്ടിങ്ങിന് വേണ്ട എത്ര വേണോ അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതിൽ അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് കുറച്ച് മെമ്മറി എഫിഷ്യന്റ്. വി ക്യാൻ യൂസ് ഷെയർഡ് മെമ്മറി. മെമ്മറി ഷെയർ ചെയ്യുന്ന ആപ്പിന് വേണ്ടി ആപ്ലിക്കേഷന് യൂണിയൻ ഉപയോഗിക്കാം. Okay. Look at the program. We are using a demonstrated program using union. We are using a demo of union. അതിൽ hash include stdio.h2 union data int I float f character c semicolon void main union data d. എന്താ വ്യത്യാസം? structured data d ക്ക് പകരം union data d എന്ന് കൊടുത്താൽ മതി. ഈ പ്രോഗ്രാം ഇത്രയും പ്രിന്റ് ചെയ്യുള്ളൂ. മെമ്മറി സൈസ് occupied by data is size of d. d ക്ക് എത്ര സൈസ് വേണം അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. സൈസ് ഓഫ് d എന്താ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചേക്കണം. സൈസ് ഓഫ് d will give you the number of bytes occupied by d. d ക്ക് എത്ര ബൈറ്റ് occupy ചെയ്യുന്നു അതാണ് റിസൾട്ട് കിട്ടുക. It will give you the size of d, the size occupied by d. d എത്ര സ്പേസ് വേണം അതാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത്? ഇൻഡിജറിന് 2 ആണുള്ളത്. ഇൻഡിജറിന് 2 ആയിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് 4 ആണ്, ക്യാരക്ടറിന് 1 ആണ്. അപ്പൊ ഇത് ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് 4 ആണ്. 4 ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? സ്ട്രക്ചർ ആണ് എത്ര കിട്ടുക? 4 plus 2 plus 1. സ്ട്രക്ചർ ആണെങ്കിൽ we'll just add 4 plus 2 plus 1. 7 കിട്ടും. യൂണിയൻ ആകുമ്പോൾ 4 ബൈറ്റ് മതി. That's the key difference between structure and union. Okay. Okay. Now we'll see how can we access union members. Structure members എങ്ങനെ access ചെയ്യുന്നത്? We are using a dot operator. Here also we are using dot operator. Dot operator പറയുന്ന വേറൊരു പേരാണ് memory access operator. This is same as dot operator. This is same in the case of structure as well as union. Structure dot operator വേറൊരു പേരാണ് memory access operator. Okay. Memory access operator is called as a period between union name and union number.
Okay. Look here. Union node, opening the braces, int data1, int data2, dot data3, close the bracket, put a semicolon, union d. But ഇന്റേണൽ എന്താ ഇങ്ങനെ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുക? 3 നോക്കി, ഇത് 2 ബൈറ്റ്, ഇത് 2 ബൈറ്റ്, 4 ബൈറ്റ്. ആ കൂടി 4 ബൈറ്റ് ആണ് ഡാറ്റ അലൊക്കേറ്റ് ചെയ്യുക. We are allocating data. 4 bytes data will be allocated. We are getting 4 bytes of data. അതിന്റെ പേര് ഡി എന്ന് കൊടുക്കും. ഡി എന്നാണ് പേര്. ഇതേ പേരാണ് ഇവിടെ വരിക. ഓക്കെ. ഇനി ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുക? നമ്മൾ ഡേറ്റ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യും. ഡേറ്റ വൺ ഈക്വൽ ടു എങ്ങനെ ആക്സസ് ചെയ്യുക? ഡി ഡോട്ട് ഡേറ്റ വൺ ഈക്വൽ ടു 25. എന്താ സംഭവിക്കുക? ഇവിടെ 25 ആയിരുന്നു. നമ്മൾ ഡി ഡോട്ട് ഡേറ്റ ടു ഈക്വൽ ടു 30. സോ വാട്ട് ഹാപ്പൻ? ഇപ്പൊ റീപ്ലേസ് ചെയ്ത് ഇവിടെ 30 ആയിരുന്നു. ഡി ഡോട്ട് ഡേറ്റ 3 ഈക്വൽ ടു 11. ഇപ്പൊ എന്തൊരു 30 മാറ്റി ഇവിടെ 11 ആണ്. ഒരേ സ്പേസിലാണ് എത്ര ഡാറ്റ ഉണ്ടോ അതെല്ലാം ഷെയർ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് മാക്സിമം അലോക്കേറ്റ് ചെയ്യുന്നത്? മാക്സിമം ഫ്ലോട്ട് ആണ്. ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യുന്ന സ്പേസ് വേണം യൂണിയനിൽ. അതുകൊണ്ടാണ് ഏറ്റവും വലുത് ഏതാണോ അതെല്ലാം ഡാറ്റ അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ജസ്റ്റ് ഒന്നുകൂടിയാണ് പറയണം. യൂണിയൻ സ്റ്റുഡന്റ്, ക്യാരക്ടർ നെയിം 30, ഇന്റിജർ രജിസ്റ്റർ നമ്പർ, ഫ്ലോട്ട് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. യൂണിയൻ സ്റ്റുഡന്റ് എസ്. ഇന്നലെ നമ്മൾ ചെയ്ത സ്ട്രക്ചറിന്റെ അതേ സ്റ്റുഡന്റ് കൺസെപ്റ്റ് ആണ്. സ്ട്രക്ചർ സ്റ്റുഡന്റിന് പകരം യൂണിയൻ സ്റ്റുഡന്റ് ചെയ്തു. അപ്പൊ ഇതിന് എത്ര വരിക? ക്യാരക്ടർ 30 എന്ന് പറയുമ്പോൾ ഇത് എത്ര സ്പേസ് വേണം? ഇത് റിക്വയർഡ് 30, റൈറ്റ്? എത്ര വേണ്ടി വരിക? ക്യാരക്ടർ നെയിം 30 വേണം. ഇന്റിജർ രജിസ്റ്റർ നമ്പർ 2 മതി. ഫ്ലോട്ട് മാർക്ക് 1 4. സ്ട്രക്ചർ നമ്മൾ ചെയ്തത് എന്തിൽ എത്രയാ വന്നേ? ആകെ 44 വേണ്ടി വന്നു അല്ലെ? ഇന്നലെ നമ്മൾ കാൽക്കുലേറ്റ് നോക്കിയാൽ വി ആർ ഗെറ്റിംഗ് 44. യൂണിയൻ ആകുമ്പോഴോ ഇതിൽ ഏതാണ് ഹയസ്റ്റ്? 30 ആണ് ഹയസ്റ്റ്. അപ്പൊ 30 സ്പേസ് അലോക്കേറ്റ് ചെയ്യും. 30 സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഇത് എല്ലാവരും ശരി. നെയിം ആണെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യുക, രജിസ്റ്റർ നമ്പർ ഇവിടെ സ്റ്റോർ ചെയ്യുക, മാർക്കാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക, മാർക്ക് 2 ആണെങ്കിൽ അതെ എന്താണെങ്കിലും നമ്മൾ അതേ സ്പേസ് തന്നെ സ്റ്റോർ ചെയ്യുക. സെപ്പറേറ്റ് അലോക്കേഷൻ ഇല്ല. സ്ട്രക്ചർ ആകുമ്പോൾ ഓരോന്നും അലോക്കേറ്റ് ചെയ്യായിരുന്നു. യൂണിയനിൽ ഒറ്റ സ്പേസ് അലോക്കേറ്റ് ചെയ്തു. സോ മാക്സിമം മെമ്മറി അലോക്കേറ്റ് വിൽ ബി 30. ഓക്കെ. Okay, we can nest union. We can write a union inside a union. Structure of the nest. We can write a structure inside the structure. Same way, we can write a union inside a union. Okay, union, you name 1, union, you name 2, data type variable 1, variable 2, data type variable 3. ഇതിന്റെ പേര് u2 എന്നാണ്. അടുത്ത ഡാറ്റ ടൈപ്പ് വേരിയബിൾ 4, 5. ഇതിന്റെ പേര് u1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? u1 dot variable 4. Now listen carefully. u1 dot variable 4 എന്താ വരിക? u1 dot variable, u1 ലെ variable 4. u1 സ്ട്രക്ചർ ഏതാ? uname 1 ലെ നമ്മൾ വേരിയബിൾ 4 ഇതായിരിക്കും ആക്സസ് ചെയ്യുക. This is u1 dot variable 4. ഇനി വേരിയബിൾ 1 എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? വേരിയബിൾ 1 ഇവിടെയാണ്. അതാണ് വേരിയബിൾ 1. ഇതാണ് വേരിയബിൾ 1. ഇത് കിട്ടണമെങ്കിൽ ഇത് യൂണിയൻ 2ന്റെ അകത്താണ്, u2ന്റെ അകത്താണ്. അപ്പൊ u1 dot u2 dot വേരിയബിൾ 1 അങ്ങനെ വേണം എടുക്കാൻ. വേരിയബിൾ 2 എടുക്കണമെങ്കിലോ u1ന്റെ ഉള്ളില് u2ന്റെ ഉള്ളിൽ വേരിയബിൾ 2. So u1 dot u2 dot variable 2. Okay. Similarly, variable 3 ആണെങ്കിലോ u1 dot u2 dot variable 3. വേരിയബിൾ 5 ആണെങ്കിലോ u1 dot variable 5. ഏത് സ്ട്രക്ചറിന്റെ അകത്തുനിന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡോട്ട് ഓപ്പർ ഉപയോഗിച്ച് ഓരോന്ന് വരുന്ന നെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ. നെസ്റ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറെ സ്ട്രക്ചർ എത്ര വേണം നെസ്റ്റ് ചെയ്യാം. നമുക്കൊരു യൂണിയന്റെ അകത്ത് വീണ്ടും യൂണിയൻ ഇട്ടിട്ട് അതിന്റെ അകത്ത് വീണ്ടും യൂണിയൻ ആവാം, എത്ര വേണമെങ്കിലും ആവാം. നെക്സ്റ്റ് ആക്സസ് ചെയ്യുമ്പോൾ അത്രയും ഡോട്ട് ഓപ്പറേഷൻസ് വേണം. മൂന്ന് യൂണിയൻ ഉണ്ടെങ്കിൽ 3 ഡോട്ട് വരും. ഇത് എടുക്കണമെങ്കിൽ ഇതുവരെ 3 ഡോട്ട് വേണം.
ഇവിടെ വരണമെങ്കിൽ 2 ഡോട്ട് വേണം, ഇവിടെ വരണമെങ്കിൽ 1 ഡോട്ട്. ഓക്കെ. Okay, now find out the values. Here we are nesting a union with a structure. തൊട്ട് മുമ്പ് എന്താ യൂണിയന്റെ അകത്ത് യൂണിയൻ ആയിരുന്നു. ഇത് യൂണിയന്റെ അകത്ത് സ്ട്രക്ചർ എഴുതി. യൂണിയൻ നെയിം, യൂണിയൻ യു നെയിം, ഇൻസൈഡ് സ്ട്രക്ട് എസ് നെയിം, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 3, ഇതിന്റെ പേര് എസ് എന്നാണ്, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 4, ഇതിന്റെ പേര് യു എന്നാണ്. അപ്പോൾ വേരിയബിൾ 1 വേരിയബിൾ 4 എങ്ങനെ കിട്ടുക? വേരിയബിൾ 4 യൂണിയന്റെ അകത്താണ്, അപ്പോൾ യു ഡോട്ട് വേരിയബിൾ 4 നിർത്താൻ മതി. വേരിയബിൾ 1 എടുക്കണമെങ്കിലോ യു ഡോട്ട് എസ് ഡോട്ട് വേരിയബിൾ 1, ഇതാണെങ്കിലോ യു ഡോട്ട് എസ് ഡോട്ട് വേരിയബിൾ 2. വേരിയബിൾ 3 കിട്ടണമെങ്കിലോ യു ഡോട്ട് എസ് ഡോട്ട് വേരിയബിൾ 3. ഓക്കെ. സിമിലർലി വി ക്യാൻ റൈറ്റ് എ യൂണിയൻ ഇൻസൈഡ് എ സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ അകത്ത് യൂണിയൻ എഴുതാം. സ്ട്രക്ചറിന്റെ യൂണിയൻ നോക്കിയേ, സ്ട്രക്ട് എസ് നെയിം, അതിനുള്ളിൽ യൂണിയൻ എഴുതി. സെയിം കൺസെപ്റ്റ് ആണ്. വേരിയബിൾ 4 എങ്ങനെ എടുക്കുക? എസ് ഡോട്ട് വേരിയബിൾ 4. വേരിയബിൾ 1 എടുക്കണമെങ്കിലോ എസ് ഡോട്ട് യു ഡോട്ട് വേരിയബിൾ 1. വേരിയബിൾ 2ന് എസ് ഡോട്ട് യു ഡോട്ട് വേരിയബിൾ 2, എസ് ഡോട്ട് യു ഡോട്ട് വേരിയബിൾ 3. ഓക്കെ. എന്തെല്ലാം ഉണ്ടോ അത് മനസ്സിലാക്കിയാൽ മതി. അതിനുള്ളിലേക്കും ഡാറ്റ എടുക്കുക. Now just see one of the examples. Okay, just try to do along with me. We have declared a union, hash include stdio io dot h, union data, int I, float j, character c. This is closed. Sound കുറവാണോ? ഇപ്പൊ കേൾക്കാമോ? Let's speak louder. So we have created a union here, void main, union data d dot I equal to 10. Okay. So whenever we see the union data, int I, float f, character c, that is maximum 4 byte madi, 4 byte allocated. 4 bytes are allocated. അതിന്റെ പേര് I എന്നാണ്, അതിന്റെ പേര് F എന്നാണ്, അതിന്റെ പേര് C എന്നാണ്. Now d dot I equal to 10. D എന്ന് വെച്ചാൽ ഇതാണ്, ഇതിന്റെ പേര് D എന്നാണ് പേര് കൊടുത്തത്. യൂണിയൻ ഡേറ്റ D, യൂണിയൻ ഡേറ്റ D എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് d dot I equal to 10. D dot I ൽ 10 സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി d dot F equal to 20.5. അപ്പൊ ഈ 10ന് പകരമാണ് 20.5 എഴുതുന്നത്. ഇനി d dot C equal to C. സോ ഇത് മാറ്റി വീണ്ടും C എന്നാക്കി. ഓക്കെ. നമ്മൾ 3 പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുമ്പോൾ d dot I പ്രിന്റ് ചെയ്തു, d dot F പ്രിന്റ് ചെയ്തു, d dot C പ്രിന്റ് ചെയ്തു. C the output. d dot I നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ 10 ആണ്. നമുക്ക് കിട്ടുന്ന വേറെ ഏതോ വാല്യൂസ് ആയിരിക്കും. This is not the correct value. d dot F നോക്കിയേ, 220.5 ആണ്. ഇത് 220.5015 this is also not correct. ഓക്കെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബൈറ്റിൽ 1 ബൈറ്റേ സിക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും കറക്റ്റ് ആയത്. ഇത് കറക്റ്റ് അല്ല. അടുത്ത d dot C കറക്റ്റ് ആണ്. അവസാനം സ്റ്റോർ ചെയ്ത് മാത്രമേ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ. ദീസ് വാല്യൂസ് ആർ റോങ്. See, the values in I and F of union members got corrupted because the final values assigned to the variable has occupied the memory location. അവസാനം എഴുതിയ വാല്യൂസ് മാത്രമേ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇതിനകത്ത് നോക്കിയേ, സെയിം തന്നെ ഉപയോഗിച്ചേക്കുന്നത് നമുക്കൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് d dot F ല് 220.5 കൊടുത്തു. ഇനി എന്താ d dot I ഇത് മാറ്റി 10 ആക്കി, ഇത് മാറ്റി C ആക്കി. പ്രിന്റ് ചെയ്ത് നോക്കുക. I തെറ്റാണ്, F തെറ്റാണ്, C കറക്റ്റ് ആണ്. ഇവിടെ നോക്കി F പാർഷ്യലി കറക്റ്റ് ആയത്. എന്തുകൊണ്ടാ? Fന് 4 ബൈറ്റ് വേണം. 1 2 0 1 2 3 4 ബൈറ്റാണ് കൊടുക്കുന്നത്. ഇത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് 220.5 എഴുതിയേക്കുന്നത്. ഒരു ബൈറ്റ് മതി, ഇത്രയും മാത്രം മതി. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം കറക്റ്റ് ആയി കിട്ടി. ഓക്കെ. ഇത് പകുതി കറക്റ്റ് ആയത് അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഇത്രയും അവസാനത്തെ വാല്യൂ മാത്രമേ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ ഉണ്ട്. Next. Look here. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് സെയിം എക്സാമ്പിൾ ആണ്.
ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. 4 ബൈറ്റ് ആണുള്ളത്. ഡി ഡോട്ട് സിയിൽ സി സ്റ്റോർ ചെയ്തു. ഡി ഡോട്ട് എഫിൽ 220.5 സ്റ്റോർ ചെയ്തു. ഡി ഡോട്ട് ഐയിൽ 10 സ്റ്റോർ ചെയ്തു. ഇപ്പൊ ഏത് വാല്യൂ ആയിരിക്കും കറക്റ്റ്? ഡി ഡോട്ട് ഐ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഡി ഡോട്ട് ഐ കറക്റ്റ് ആയി കിട്ടി, ബാക്കി 2 തെറ്റായി. ഇത്ര ശ്രദ്ധിക്കാനുള്ള, നമ്മൾ അവസാനം ചെയ്യുന്ന വാല്യൂസ് മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ദ ഫൈനൽ വാല്യൂ, ഓൺലി ലാസ്റ്റ് വാല്യൂ വിൽ ബി പ്രിസർവ്ഡ്. അപ്പോൾ ഒരേ മെമ്മറി ആർക്കും വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് യൂണിയൻ. ഇപ്പൊ യൂണിയന് പ്രത്യേകത, യൂണിയൻ സെയിം സ്ട്രക്ചർ, റൈറ്റിംഗും സിൻടാക്സും ഒക്കെ സെയിം ആണ്. ആർക്കുള്ള വ്യത്യാസം, നമ്മൾ ഒരു വേരിയബിൾ എഴുതി കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ആയിരിക്കും അടുത്ത വേരിയബിൾ എഴുതാൻ. അറ്റ് ടൈം ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സോ the same data type can hold an integer, a floating point number, a character. ഒരേ മെമ്മറി ലൊക്കേഷൻ തന്നെ ഇന്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റും ക്യാരക്ടേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്ട്രക്ചേഴ്സ് വിത്തിൻ സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചറിന്റെ ഉള്ളിൽ സ്ട്രക്ചർ പറ്റും. Yesterday I forgot to mention this. We can write a structure inside another structure. Same structure is name 1, data type variable 1, and structure is name 2, data type variable 1, variable 2, data type variable 3, s2, data type variable 5. ഇത് എങ്ങനെ ആക്സസ് ചെയ്യാം? വേരിയബിൾ 5 ഉണ്ടെങ്കിൽ s1 ഡോട്ട് വേരിയബിൾ 5 ആണ്, s1 ഡോട്ട് വേരിയബിൾ 4 ആണ്. ഇത് രണ്ടും ഇടുന്നല്ലോ s1 ഡോട്ട് s2 ഡോട്ട് വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഇത് സ്ട്രക്ചർ, അത് കഴിഞ്ഞ അടുത്ത സ്ട്രക്ചർ. ദീസ് ആർ ഇൻഡിപെൻഡന്റ് സ്ട്രക്ചേഴ്സ്. ഇതിനുള്ളിൽ s1 അകത്ത് s2 ഉണ്ട്, വേറെ s3 ഉണ്ട്. ഇതെങ്ങനെ ആക്സസ് ചെയ്യാം? ഈ ഐ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കാം, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് s1 ഡോട്ട് ഐ? എന്താ ഉത്തരം കിട്ടുക? s1 ഡോട്ട് ഐ എന്താ വരിക? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് s1 ഡോട്ട് ഐ? s1 ലെ ഐ. ഓക്കെ, just create s2, s2, s3 എന്തെല്ലാം ഉണ്ട്? ഇന്റിജർ ഐ ഉണ്ട്, ജെ ഉണ്ട്, ഫ്ലോട്ട് എഫ് ഉണ്ട്. ഇത് സ്ട്രക്ചേഴ്സ് ആണ്, അപ്പൊ 3 സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. s2 ൽ ഐ ഉണ്ട്, s2 ൽ ജെ ഉണ്ട്, s2 ൽ എഫ് ഉണ്ട്. ഐയുടെ 2 ആണ് സ്റ്റോർ ചെയ്യുന്നത്, ജെയില് 6 ആണ്, എഫില് 2.5 ആണ്. ഇത് s2. ഓക്കെ, സ്ട്രക്ചർ s1 എന്തെല്ലാം ഉണ്ട്? s1 വീണ്ടും ഐ ഉണ്ട്, s1 ൽ ഐ ഉണ്ട്, ഇവിടെ എഴുതാം. ഐയുടെ വാല്യൂ 1 ആണ്. s2 ൽ ജെ ഉണ്ട്, ജെയുടെ വാല്യൂ -1 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടി s1 ഉള്ളതാണ്. ഇനി s3 ഉണ്ട്, s3 ൽ ഐ ഉണ്ട്, 3, ജെ ഉണ്ട്, -3. Now we are going to print s1 dot i. s1 എന്താ? s1 dot i. s1 i ക്ക് എന്താ വാല്യൂ? ആൻസർ വിൽ ബി എന്താ കിട്ടുക? s1 i will be 1. You'll get 1. s1 dot s2 dot i. s1 നുള്ളില് s2 നുള്ളിൽ i എത്രയാ? ആൻസർ is 2. ഓക്കെ, അടുത്ത് s1 dot j. s1 dot j will be, s1 ന്റെ അകത്ത് j, s1 ന്റെ അകത്ത് j എന്താ വന്നേക്കുന്നത്? s1 ലെ j will be -1. s3 dot i. s3 ലെ i എത്രയാ? this 3. ക്ലിയർ? എന്താ ഉത്തരം കിട്ടുക? s1 dot s2 dot f. What is answer? s1 ഉള്ള s2 ഉള്ള f, it will be 2.5. okay, s1 dot s2 dot j. ഇതോട്ട് s1 ന്റെ ഉള്ളില് s2 ന്റെ ഉള്ളില് j, it will be 6. okay, this is how we store values. Look at the next example. okay, here inside void main, struct first is created, character c int I, struct second is created, int I float f. struct first f x1 s3 4.0. you are going to print all these values.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ട്രക്ട് ഫസ്റ്റ് എഫ്, എഫിന്റെ വാല്യൂ എക്സും 1ഉം കൊടുത്തു. അതായത് ഇവിടെ എക്സ് ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. This will be x and this will be 1. Now second ലോ s ല് 3ഉം 4.0 ആയിരിക്കും. ഇവിടെ 3ഉം ഇവിടെ 4.0. ഈ പ്രിന്റ് എളുപ്പമാണ്. ആദ്യം പെർസെന്റേജ് ഡി എഫ് ഡോട്ട് ഐ, എഫിലെ ഐയുടെ വാല്യൂ എന്താ വരിക? 1 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ. എസ് ഡോട്ട് ഐ ആണെങ്കിലോ എസിലെ ഐ എന്ന് പറയുന്നത് 3 പ്രിന്റ് ചെയ്യും. എസ് ഡോട്ട് എഫ്, എസിലെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 4.0 പ്രിന്റ് ചെയ്യും. ഇനി എഫിലെ സി എന്ന് പറഞ്ഞാൽ എക്സ് പ്രിന്റ് ചെയ്യും. സോ വി പ്രിന്റിംഗ് ദ വാല്യൂസ്. അത് എങ്ങനെ സ്ട്രക്ചർ ചെയ്തതെന്ന് മനസ്സിലാക്കി ഈ പ്രിന്റിംഗ് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ആദ്യം ഇവിടെ വാല്യൂസ് എഴുതുക, എന്നിട്ട് ഓരോന്നെടുത്തായിട്ട് പ്രിന്റ് ചെയ്യാം. So clear? It's enough for today. You can ask any doubt if you want. സംശയം എന്തെങ്കിലും ചോദിക്കാം. ഈ രണ്ട് പ്രോഗ്രാമുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൂ. അത് ഞാൻ ക്ലാസ്സിൽ വിട്ടിട്ടില്ല, ഒരാഴ്ചയുടെ കഴിഞ്ഞ് അപ്പോഴേക്കും ബാക്കിയെല്ലാം തീർക്കാം. താങ്ക് യു.